ശോഭാ സുരേന്ദ്രൻ. ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് എവിടെ മത്സരിച്ചാലും കൃത്യമായി വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. അത് വാസ്തവമാണ്. അല്ലെങ്കിൽ തന്നെ പാലക്കാട് BJPക്ക് നല്ല ഗ്രൗണ്ട് ഉണ്ട്, അവിടേക്കാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര ഉറപ്പുള്ള മറ്റൊരു കാൻഡിഡേറ്റ് ഇല്ലഞ്ഞിട്ടാണോ രമേശ് പിഷാരടി അവിടെ മത്സരിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ BJP കോൺഗ്രസ് ഡീലല്ലേ അവിടെ അല്പം കൂടി സംശയിക്കേണ്ടത്? വളരെ ഡയറക്റ്റായി NDAയും UDFും തമ്മിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ താരതമ്യേന ദുർബലൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രമേശ് പിഷാരടി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപക്ഷെ ഏത് മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തിയാലും അറിയപ്പെടുന്ന ഒരു പോപ്പുലറായ ഒരു ഞാൻ പറഞ്ഞതല്ല പറയാം അല്ലല്ല പക്ഷേ അതല്ല ഞാൻ ഈ സ്ഥാനാർത്ഥി ദുർബലനാണെന്നോ സ്ഥാനാർത്ഥി പ്രശസ്തനല്ലെന്നോ എന്ന് പറയുന്നത് അനുചിതമായ കാര്യമാണ്. ഏത് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കാൻ വേണ്ടിയാണ് അവിടെ നിർത്തുന്നത് എന്നൊക്കെ അറിയാം. പക്ഷേ ഇത് നോക്കൂ, NRM റസാഖ് അദ്ദേഹത്തിൻ്റെ കഴിവിനെയോ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജനകീയ ബന്ധത്തെയോ കുറിച്ച് എനിക്ക് അത്ര വിശദമായിട്ടൊന്നും അറിയില്ല. പക്ഷേ പൊതുവെ ഈ സ്ഥാനാർത്ഥികൾ NMR റസാഖ് ഈ സ്ഥാനാർത്ഥി എന്ന പേര് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ അത് അവിടെ BJPയുടെ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ കോൺഗ്രസിൻ്റെ രമേശ് പിഷാരടി എന്നീ രണ്ട് തലയെടുപ്പുള്ള രണ്ട് നേതാക്കളുടെ കാര്യം നോക്കുമ്പോൾ അത്രത്തോളം പ്രശസ്തനല്ല. അത് മണ്ഡലത്തിന് പുറത്ത്, മണ്ഡലത്തിൽ ഒരുപക്ഷെ എന്താണ് അദ്ദേഹത്തിൻ്റെ വലിയ പിന്തുണ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഏതായാലും അത്രത്തോളം പ്രശസ്തനല്ല എന്ന് വരുമ്പോൾ തന്നെ എത്രയോ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഈ പാലക്കാട്ട് പറഞ്ഞു കേട്ടു. ആരും അവിടെ പിടികൊടുക്കുന്നില്ല എന്ന തരത്തിലായിരുന്നു പുറത്തു വന്ന വാർത്ത. ദിലീപ്, 2024 ഉപതെരഞ്ഞെടുപ്പിൽ സരിനെ നിർത്തുമ്പോൾ കാണിച്ച ആ ഒരു ശ്രദ്ധ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതായത് അവിടെ ആ മത്സരത്തിനൊരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വലിയ കാര്യമായ ശ്രദ്ധ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ മുൻ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവത്തിൽ ഒരുപക്ഷെ LDFന് തന്നെ ഉണ്ടാകാം. ഞാൻ പറയുന്നത് അവിടെ ഒരു ഡീൽ ആരോപണം ഉണ്ടെങ്കിൽ അത് ഉറപ്പായും ഉണ്ടാകേണ്ടത് കോൺഗ്രസും BJPയും തമ്മിലാണ്. കാര്യം ഞാൻ അതായത് ഈ മുൻ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവത്തിൽ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, മുൻ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവത്തിൽ ആ മണ്ഡലത്തെ അപ്പാടെ എഴുതിത്തള്ളുക എന്നുള്ളതല്ല. മഞ്ചേശ്വരം മണ്ഡലം എത്രയോ കാലമായി അവിടെ BJPയും മുസ്ലിം ലീഗും തമ്മിൽ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ കുഞ്ഞമ്പു CPIM സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്നിട്ടുണ്ട് ഇതിനിടയിലൂടെ. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലം വലിയ ആരോപണങ്ങൾ അല്ല, ആ സമയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ ജയിച്ചു വന്നിട്ടുണ്ട് ഇതിനിടയിലും. അല്ലെ, നമുക്ക് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കാം പാലക്കാടിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എന്താണെന്ന് നോക്കാം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഷാഫി പറമ്പിൽ നേടിയ വോട്ടുകൾ 47,641 ആയിരുന്നു. അന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നത്. KK ദിവാകരനായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി. 40,238 വോട്ടുകളാണ് KK ദിവാകരൻ സമാഹരിച്ചത്. C ഉദയഭാസ്കർ NDAയുടെ സ്ഥാനാർത്ഥി 22,317. അന്ന് ഷാഫി പറമ്പിലിന്റെ ആ കന്നി മത്സരത്തിൽ ഭൂരിപക്ഷം ഷാഫിക്ക് നേടാൻ കഴിഞ്ഞത് 7,000-ൽ പരം ഭൂരിപക്ഷമാണ്. 2016 കണക്കുകൂടി നമുക്ക് നോക്കാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ രണ്ടാം വിജയം ഷാഫി പറമ്പിലിന് പാലക്കാട് നൽകി. 57,559 വോട്ടുകൾ ഷാഫി പറമ്പിലിന് നേടാൻ കഴിഞ്ഞു. അവിടെയാണ് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രസക്തി അവിടെ ഉണ്ടാകുന്നത്. NDA സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ 40,076 വോട്ട് ശോഭാ സുരേന്ദ്രൻ. ഒറ്റയടിക്ക് ഏതാണ്ട് 20,000-ലധികം വോട്ടുകൾ ശോഭാ സുരേന്ദ്രന്റെ മണ്ഡലത്തിലെ സാന്നിധ്യം കൊണ്ട് NDAക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. NN കൃഷ്ണദാസ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി അങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. 2016 മുതലാണ് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം പാലക്കാട് വരുമ്പോഴാണ് BJPക്ക് അവിടെ വോട്ട് വീതം കൂടുന്നത്. 17,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചു കയറിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുകൂടി നമുക്ക് നോക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന്റെ ഹാട്രിക് വിജയമായിരുന്നു അന്ന് പാലക്കാട്ട് കണ്ടത്. 54,079 വോട്ടുകൾ ഷാഫി പറമ്പിൽ നേടി. E ശ്രീധരൻ ഒരുപക്ഷെ NDAക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ അന്ന് നേടിക്കൊടുത്തത് E ശ്രീധരനായിരുന്നു. ഒരു വേള E ശ്രീധരന്റെ വിജയം ഉറപ്പിക്കുക പോലും ചെയ്തിരുന്നു NDA ക്യാമ്പ്. E ശ്രീധരൻ നേടിയ വോട്ടുകൾ 50,220 CP പ്രമോദ് ആയിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി. നേരത്തെ തനേഷ് സൂചിപ്പിച്ചതുപോലെ അവസാന നിമിഷത്തിൽ സ്ഥാനാർത്ഥിത്വം നൽകിയ ആളാണ് CP പ്രമോദ്. 36,433 വോട്ടാണ്. അന്ന് ആദ്യമായി ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം കുറയുന്നു. 3,859. E ശ്രീധരന്റെ ജയസാധ്യതയെ വെല്ലുവിളിച്ചത് ഷാഫി പറമ്പിലിന്റെ സാന്നിധ്യമായിരുന്നു. 2024 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി നോക്കാം. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുന്നു. അവിടെ ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് ജയിക്കുന്നു. അപ്പോഴവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥി 58,389 വോട്ടുകൾ നേടുന്നു. അങ്ങനെ C കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തേക്ക് വീണ്ടും
39,549. അത് ശോഭാ സുരേന്ദ്രൻ 2016 നേടിയ വോട്ടുകളേക്കാൾ കുറവായിരുന്നു. പി സരിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയത്. അവിടെ പി സരിൻ വീണ്ടും തുടർച്ചയായി അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് കണ്ടത്. സരിനെ സമാഹരിക്കാൻ കഴിഞ്ഞത് 37,156 അന്ന് ഇടതുമുന്നണി പറഞ്ഞത് നേരത്തേക്കാൾ ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സരിനെ കൊണ്ട് സാധിച്ചു എന്നാണ്. 18,840 എന്ന മികച്ച ഭൂരിപക്ഷത്തിലാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചു കയറിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.